പ്ലസ് ടു ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്, പാർട്ട് 2 ആണ്. ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇനി റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ്. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ് ഫോർ മെറ്റൽസ്. ഓർത്തിരിക്കുക, ഫോർ മെറ്റൽസ്. നിങ്ങൾ ഓർക്കേണ്ടത് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും മെറ്റൽസ് നോക്കിയാൽ മെറ്റൽസിലെ ആൽഫ പോസിറ്റീവ്. എന്താണ് ഈ ആൽഫ എന്ന് പറഞ്ഞാൽ? കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ആൽഫ. അപ്പൊ ആൽഫ എന്താണ്? പോസിറ്റീവ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റിവിറ്റി കൂടും. അതുകൊണ്ടാണ് ഗ്രാഫ് മുകളിലോട്ട് വരയ്ക്കുന്നത്. പക്ഷെ ലീനിയർലി അല്ല ഇൻക്രീസ് ആവുന്നത്, അതുകൊണ്ടാണ് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാത്തത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിയേ, റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിക്രോം മാംഗനീസ് കോൺസ്റ്റന്റ്. ഇവന്റെ പ്രത്യേകത എന്താ? ഇവന്റെ ആൽഫയുടെ വാല്യൂ ഓൾമോസ്റ്റ് 0, 0.001 വരുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റിക്ക് ടെമ്പറേച്ചർ എത്ര തന്നെ വ്യത്യാസമില്ല, റെസിസ്റ്റൻസിന് അധികം വ്യത്യാസം വരില്ല. ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഗ്രാഫ് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കി, ഇവിടെ ഇൻസുലേറ്റർ സെമി കണ്ടക്ടർ. ഇവിടെയും റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഇവിടെ പ്രത്യേകത ആൽഫ നെഗറ്റീവ്. ആൽഫ എന്താണ്? നെഗറ്റീവ്. ആൽഫ നെഗറ്റീവിന്റെ മീനിങ് എന്താണ്? ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ടെമ്പറേച്ചർ കൂടെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും, അതുകൊണ്ടാണ് താഴേക്ക് വരുന്നത്. ഓക്കെ, ഇത്രയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി ചോദിക്കുന്ന 3 ഗ്രാഫാണ്, ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഓക്കെ.